ഏറ്റവും ഡേഞ്ചറസ് ക്യാൻസർ കോസിങ് സാധനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അതായത് ക്യാൻസർ വന്നു പോയ ആളുകൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങൾ എന്ന് പറയുന്നതിൽ എപ്പോഴും കമ്പൽസറി ആയിട്ട് ആ ലിസ്റ്റിലുണ്ടാകുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്. പ്ലാസ്റ്റിക് ജനറലി ഒരു അൺഹെൽത്തി സംഭവമാണ്. നമ്മൾ ക്യാൻസറിന് ഡയറക്റ്റ് ഉണ്ടാക്കുന്ന ചില പ്ലാസ്റ്റിക്കുകളുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് നമുക്ക് കഴിയുന്നത്ര നമ്മുടെ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നത് ക്യാൻസറിനെന്നല്ല, ഇറ്റ് ഈസ് അൺഹെൽത്തി. അൺഹെൽത്തി. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തൊട്ട് കളയാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് നമുക്ക് കുറച്ച് ലിമിറ്റ് വെക്കാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക്കിനൊരു നമ്പറുണ്ട്. നമ്മൾ ആ കുപ്പിയുടെ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ നോക്കിയാൽ കാണും 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറുണ്ട്. അതിൽ 2 4 and 5 ഈ നമ്പേഴ്സിലുള്ളത് സേഫാണ്. അത് വെള്ളം വയ്ക്കാൻ, നമുക്ക് പിന്നെ ഭക്ഷണം ക്യാരി ചെയ്യാൻ ഒക്കെ നമുക്ക് വളരെ സേഫാണ്. അല്ലാത്ത ആ നമ്പർ ആണെങ്കിൽ അത് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അല്ലേ? നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ അത് ഒരിക്കലും കൊള്ളത്തില്ല. അതാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു റെക്കമെൻഡേഷൻ. പിന്നെ പ്ലാസ്റ്റിക്കിന് നമ്മൾ ഈ സാധാരണയുള്ള ഈ ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽസ് അത് റീയൂസ് ചെയ്യരുത്. കാരണം അതൊക്കെ സിംഗിൾ യൂസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ബോട്ടിലാണ് നമ്മൾ ചുളുങ്ങിയ ബോട്ടിൽ, പൊട്ടിയ ബോട്ടിൽ അതൊന്നും നമ്മൾ യൂസ് ചെയ്തത്. കാരണം അതിൽ നിന്നൊക്കെ ഇത് പ്ലാസ്റ്റിക് മാത്രമല്ല, പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ബിസ്ഫിനോൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ നമ്മൾ വെക്കുന്ന വെള്ളത്തിലേക്കൊക്കെ കലരും.